ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയ പ്രമോ വന്നിട്ടുണ്ട്. ലാലേട്ടൻ ഇന്ന് ജിസേലിനോട് ചോദിക്കുന്നുണ്ട് ആര്യന്റെ കാര്യത്തിൽ എന്തെങ്കിലും പൊസസീവ്നെസ് ഉണ്ടോ എന്ന്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി ജിസേലിന്റെയും ആര്യന്റെയും ഇടയിൽ ലക്ഷ്മി നന്നായി കളിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ജിസേൽ തന്നെ ഷാനവാസിനോടും ആദിലയോടും മറ്റുള്ള ഹൗസ്മേറ്റ്സിനോടും പറഞ്ഞു നടക്കുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതാണ് ഇന്ന് ലാലേട്ടൻ ചോദിക്കുന്നത്. ജിസേലിന്റെയും ആര്യന്റെയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പോൾ തകർന്ന് മണ്ണടിഞ്ഞിട്ടുള്ളത്. ആര്യൻ കുറച്ചുനാളായി ജിസേലിന്റെ പിന്നാലെയുള്ള നടത്തം നിർത്തിയിട്ടുണ്ട്. ഇത് എന്ന് തൊട്ടാണ് വിസിബിൾ ആയതെന്ന് വെച്ചാൽ നമ്മളുടെ ബിബി ബോട്ടിൽ ഫാക്ടറിയുടെ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അതിൽ ആര്യന് കിട്ടേണ്ട കോയിൻ പോലും ജിസേൽ കാരണമാണ് നഷ്ടപ്പെട്ടത്. അന്ന് ബാത്റൂം ഏരിയയിൽ വെച്ച് ആര്യൻ ജിസേലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട, എനിക്ക് വേണ്ടി സംസാരിക്കേണ്ട എന്നുള്ളതെല്ലാം. അതിനുശേഷം തൊട്ട് ആര്യനും ജിസേലും പതുക്കെ പതുക്കെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വരുന്ന ഗസ്റ്റുകളും മറ്റുള്ള ഫാമിലി മെമ്പേഴ്സും വരുമ്പോൾ ആര്യനോടും ജിസേലിനോടും മാറി മാറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വലായി കളിക്കുവാൻ. ജിസേലിന്റെ മമ്മി വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ് ആര്യനുമായുള്ള ജിസേലിന്റെ ബന്ധം അവർക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ളത്. ജിസേലിന്റെ മമ്മിയും ആര്യന്റെ മമ്മിയും വന്നു പോയതിനു ശേഷം അവർ രണ്ടുപേരും രണ്ട് കട്ടിലിലാണ് കിടക്കാറുള്ളത്. ഇപ്പോൾ അവർ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ജിസേലിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആര്യൻ സംസാരിക്കുന്നതും ആര്യന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ജിസേൽ സംസാരിക്കുന്നതുമെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ജിസേലിനോട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ തലവേദന എടുക്കുന്നു എന്നാണ് ആര്യൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ലക്ഷ്മിയോട് സംസാരിക്കുമ്പോൾ ജിസേലിന്റെ ആറ്റിറ്റ്യൂഡ് പോലെയല്ല ലക്ഷ്മി എന്നാണ് ആര്യൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ പ്രൊമോയിൽ തന്നെ രണ്ടുപേരും അടിച്ചു പിരിയുന്ന രീതിയിലുള്ള പ്രൊമോ തന്നെയായിരുന്നു. ആര്യൻ ഇന്നലെ ജിസേലിനെതിരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിസേലാണ് ഇവിടെയുള്ള എല്ലാ ടാസ്കുകളും നേരം വൈകുവാനുള്ള കാരണം ടാസ്കിന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും റെഡിയായി കഴിഞ്ഞാലും അവൾ മേക്കപ്പ് ഇട്ട് തീരില്ല. ആ സമയം മേക്കപ്പ് ഇടാൻ വേണ്ടി ഓടും. അതുകൊണ്ട് തന്നെ പല ടാസ്കുകളും വളരെ ലേറ്റ് ആയിട്ടാണ് ആരംഭിക്കാറുള്ളത്. ആര്യന്റെ ഭാഗത്തു നിന്ന് പലതവണയായി ജിസേലിനെതിരെയുള്ള അലിഗേഷൻസ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.